നമസ്കാരം ഗായ്സ്, ക്രിയേറ്റീവ് ലൈഫ് വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഗണേശനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഗണേശൻ എന്ന് പറയുമ്പം ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഏത് സ്ഥലം, എവിടെയാണ്, അകത്തേക്ക് നമ്മൾ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. എല്ലാം വിശദമായി ഈ വീഡിയോയിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇവിടെ ജ്യൂസ് ഇടുന്നുണ്ട്. നമുക്ക് ഒരു ജ്യൂസ് വെള്ളമെല്ലാം കിട്ടുമെന്ന് നോക്കാം. ഇന്ന് സോഡ നാരങ്ങ വെള്ളം കുടിച്ചു, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാം. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ സെൻറ്റർ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്താലേ നമുക്കിനി അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഇങ്ങോട്ടേക്കാണ് എൻട്രൻസ് പ്ലസ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഇവിടെയാണ് എൻട്രൻസ് എന്ന് തോന്നുന്നു. ടിക്കറ്റ് എടുക്കേണ്ടി വരും. എത്ര എങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് എൻ്ററായാലും നമുക്കറിയാൻ സാധിക്കും. ചോദിക്കാം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരാൾക്ക് പെർ ഹെഡ് എന്ന് പറയുന്നത് 60 റുപ്പീസാണ്. പിന്നെ പാർക്കിംഗ് ചാർജ് ഉണ്ട്. പാർക്കിംഗ് ചാർജ് 40 രൂപയാണ് പറയുന്നത്. ഇതുവഴിയും വരാം, നമുക്ക് ഇതുവഴിയും വരാം. ഇത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതുവഴി വരാനുള്ളതാണ്. രാവിലെ 8 മുതൽ 5 മണി വരെയാണ് എൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. രാവിലെ 8 മണിക്കൊക്കെ വരാണെങ്കിൽ ആനകൾ കുളിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല. ഞാനിപ്പോൾ 11:30 മണിക്കാണ് ഞാൻ വന്നേക്കുന്നത്. ആനയ്ക്ക് കുളിപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്ത ശേഷം ആണ് ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുപോയിക്കുകയാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പം 2, 3, 4 ആനകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതിനുള്ളിൽ റിസോർട്ടുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കാം. നോക്കിയിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങോട്ടൊക്കെ റിസോർട്ടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വീണസ് ബോട്ടിംഗ്, എലിഫൻ്റ് ക്ലോഷർ, എലിഫൻ്റ് ഫീഡിങ് ഏരിയ തുടങ്ങിയ സംഭവങ്ങൾ. 4 വയസ്സുണ്ട്. അത് പോയി ഇതിലേ പോയി അവിടെ കണ്ടിട്ട് തിരിച്ച് ബോട്ടിങ്ങിൽ പോകും. ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിൻ്റെ അവിടെ ഒരു ആനയുണ്ട്, ഹരികൃഷ്ണൻ എന്നാണ് പേര്. അത് കണ്ടിട്ട് തിരിച്ച് ഇവിടെ വന്ന് കുട്ടി ആനകളെ കാണാൻ പോകണം. കുട്ടി ആനകളെ കാണാൻ പോകുന്നിടത്ത് നമ്മളിപ്പോൾ ആനകളെ ഫ്രീ ആയിട്ട് കാട്ടിലേക്ക് തുറന്നു വിട്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ ഒത്തിരി നടന്നാണ് കാട്ടിലൂടെ
ഇത്തിരി കാട്ടിലൂടെ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് കാണാനുള്ള ഒരു സൗകര്യം കൂടെയാണ്. അപ്പോൾ അങ്ങനെ പോയി തുറന്നു വിട്ടിരിക്കുന്ന ആനക്കുട്ടികളെ കാണാൻ കഴിയും. കണ്ടിട്ട് തിരിച്ച് അതിലെ ഇറങ്ങി നമുക്ക് പാർക്കിംഗ് സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഓ അത് ശരി. അങ്ങനെയാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് നടക്കണമെങ്കിൽ? കുറച്ചേ ഉള്ളൂ സാർ, കുറച്ചേ ഉള്ളൂ. ഒരു 1/2 കിലോമീറ്റർ. അത്രയല്ലേ ഉള്ളൂ. ആണ് കുഴപ്പമില്ല. 1 കിലോമീറ്റർ വെയിലില്ല, മരക്കൂട്ടമുണ്ട്. തണലാണ്. ഇത് കഴിഞ്ഞിട്ടാണോ വെച്ച് പറഞ്ഞേ? ഇത് നമ്മൾ പോയിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെ പോകാം. ഇങ്ങനെ പോയിട്ട് വന്നാൽ നമുക്ക് തിരിച്ച് ഈ കുട്ടിയാനകളെ കണ്ട് പാർക്കിംഗ് സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വന്ന് ബോട്ടിങ് പോകണമെന്നെങ്കിൽ ബോട്ടിങ് കഴിഞ്ഞ് ഈ ആനയും കണ്ടിട്ട് തിരിച്ചിങ്ങനെ ഇതിലേ ഇറങ്ങും. ഏതാണോ സൗകര്യം ആ കാണുന്ന കൂട്ടിനകത്താണ്. ഏഷ്യയിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ ആന. അത് ശരി, അത് കാണണല്ലോ. ഇതിലെ വെയിലാണ്. ഇതിലെ 22 വയസ്സ്. 22 വയസ്സ്. അത് ശരി, ഞാൻ കണ്ടായിരുന്നു. ആ 22 വയസ്സാണ്. ഇതൊക്കെ ഓരോരോ റിസോർട്ടുകളാണ് അവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ അവിടെയാണ് ആന നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആനയാണത്. ഏഷ്യയിൽ തന്നെ പ്രായം കൂടിയ ആനയാണ് അവിടെ നിൽക്കുന്നത്. ഒരാറാണ്. ഇവിടേക്കാണ് ബോട്ടിങ് വരുന്നത്. പിന്നെ ആന കുളിക്കുന്നതും നമ്മളൊക്കെ ഇവിടെയാണ് വരുന്നത്. മേളിൽ ഒരു ആന നിൽപ്പുണ്ട് ഈ റൂട്ടിൽ. പേര് മിന്നു എന്നാണ് പറയുന്നത്. ഇത് ആൾ മുകളിലാണ്, ഇത് ഇവിടെയാണ് നിൽക്കുന്നത്. മിന്നു അവിടെ കിടന്ന് ഡാൻസ് കളിക്കുക ആൾ. നമ്മളിപ്പോൾ കാണുന്ന ഈ സ്റ്റെപ്സ് പോലെ എന്ന സംഭവം എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇനി അടുത്ത് വരുന്ന കാലത്തിൽ ഒത്തിരി ആനകളൊക്കെ വരും. ഇനിയും ഒരു 50 ആന വരാനുണ്ട്. അപ്പം അതിന് നമ്മൾ ഓഡിയൻസ് എല്ലാം നമ്മുടെ ഇപ്പോൾ പോകുന്ന അവരൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അവിടെ കൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ ആ ഗ്രൗണ്ട് പോലെ ആക്കിയിട്ട് നമുക്ക് ഓഡിയൻസായിട്ട് ഇരുന്ന് കാണാം എന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. വഴിയാണ് ഒരു ആന ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് പോകണം. അവിടെ പിന്നെ കുഞ്ഞാനകളൊക്കെ കുട്ടി ആനകളൊക്കെ വന്ന് നമുക്ക് വേറൊരു സ്ഥലത്ത് അവർ ഒരു ക്യാമ്പായിട്ട് കേജിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പോയി നോക്കാം. ഇതുവഴി നമ്മൾ നല്ല കാട്ടിലേക്കാണ് പോകുന്നത്.
ഇവിടെ മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. ആനയിരിക്കണ പിന്നെ സിറ്റി ആവത്തില്ലല്ലോ. നല്ല മുഴുവനും കാടാണ്. പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ ഇതിനകത്ത് ഉള്ളിൽ വന്നപ്പം വെയിലൊന്നും അധികം അറിയുന്നില്ല. അപ്പം കുറച്ച് നടക്കണം എന്നൊന്നും മാത്രമേ ഉള്ളൂ. പ്രായമായിട്ടുള്ളവരൊക്കെ വരാണെങ്കിൽ ഇത് പാടാണ്. നമ്മൾ പുറത്തിറങ്ങി കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. പിന്നെ ഓരോ ആനകളും ഓരോ സ്ഥലത്താണ് കെട്ടിയിട്ടേക്കുന്നത്. ഇത് എക്സാക്ട് സ്ഥലം വരുന്നത് കോട്ടൂറാണ്. കോട്ടൂർ എലിഫൻ്റ് ആണ് അത് വരുന്നത്. കപ്പുക്കാട് ട്രിവാൻഡ്രത്ത് കപ്പുക്കാട് എന്ന സ്ഥലത്തിലാണ് ഇത് വരുന്നത്. 2006 ഇത് വന്ന് ഇതിൻ്റെ ഐഡിയ അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് 2019 ഈ പ്രോജക്റ്റ് ഫിനിഷായി. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൺസ്ട്രക്ഷൻസൊക്കെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ആനകൾ ഇനിയും വരാനുണ്ട്. ഏകദേശം ഇപ്പോൾ വന്ന് ഒരു 105 കോടിയോളം ചിലവാക്കിയിട്ടുണ്ട്. ഇത്ര ഏക്കറുകൾ 176 ഏക്കറാണ് അതിൽ വരുന്നത്. 105 കോടിയാണ് ഇതിൽ ചിലവാക്കിയിട്ടുള്ളത്. 16 ആനകൾ 20-നുള്ളിലെ ഇപ്പം കുഞ്ഞാനകൾ ചേർന്നിട്ട് വരുന്നുള്ളൂ. പിന്നെ അതിന് പുറമെ വന്ന് ഇനി 50 ആനകൾ വരാനുണ്ട്. അപ്പം ഇത് ഡെവലപ്പ് തന്നെ വരുള്ളൂ. പക്ഷെ ഇരിക്കുന്നത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണിത്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകാനും പിന്നെ കുറച്ച് നടക്കണമെന്ന് മാത്രമേ ഒരു സംഭവമുള്ളൂ. പിന്നെ ഈ പണിയൊക്കെ പൂർത്തിയായി വരുമ്പം റിസോർട്ടും മറ്റുള്ള കാര്യങ്ങൾ വരുമ്പം അകത്ത് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വരുമ്പം കുറച്ചുകൂടി ഡെവലപ്പായി വരുമ്പം അത്രയൊരു പ്രയാസം തോന്നത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇതാണ്. അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി തിരിച്ചു വരാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.